അപ്പോൾ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ദേ അടുക്കി പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ ആവി കയറാനും ഉള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിടുക, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ദേ ഈ ഒരു സൈസിൽ നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്ത് ചേർത്ത് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയായിരിക്കും കേട്ടോ. ഇത് സമയം കിട്ടിയപ്പോൾ തലേന്നേ നമ്മൾ കട്ട് ചെയ്ത് ഡീപ്പ് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ വാർത്ത് ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഒരു കൊല്ലത്തോളം ഇങ്ങനെ കേടുകൂടാതിരിക്കും. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വല്ലപ്പോഴും ഒന്നുകൂടെ വെയിലത്തിട്ട് ഉണങ്ങിയെടുത്താൽ മതി. പക്ഷേ യാതൊരു കേടും കൂടാതെ ഒരു കൊല്ലം വരെ പുറത്ത് ഇതുപോലെ ഇരുന്നോളും. നമ്മൾ ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേണ്ട ഇതുപോലെ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം. ഇത് ഉണങ്ങി കിട്ടുന്ന പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിപ്സ് പോലെ ആയി കിട്ടും. അതാണൊരു പരുവം കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഇത് കുറച്ച് മഞ്ഞളാണ് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞളിലൂടെ ഉണങ്ങാനിട്ടതാണ്. എന്നിട്ട് നമ്മൾ മില്ല് കൊടുത്ത് പൊടിച്ചെടുക്കും. അപ്പം അതേ നമ്മൾ നല്ല വെയിലത്ത് നല്ലൊരു ടാർപോളിനൊക്കെ ഇട്ടിട്ട് ഇത് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. നല്ല നീറ്റായിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഈ കുരുവും കാര്യങ്ങളുമൊക്കെ സമയവും സൗകര്യമൊക്കെ പോലെ നീക്കിക്കളഞ്ഞാൽ മതി. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.